പുനലൂർ നഗരസഭയിൽ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ നടന്നു. ചൊവ്വാഴ്ച രാവിലെ 10-ന് രാജാരോഹിണി ഹാളിൽ വെച്ച് നടന്ന വികസന സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകമായി പദ്ധതികൾ രൂപീകരിക്കുക 1 കോടിയിലധികം രൂപ ജനറൽ വിഭാഗത്തിന് 80,40,000 രൂപയും SC വിഭാഗത്തിന് 60 ലക്ഷം രൂപ PMAY ലൈഫിലും 20 ലക്ഷം രൂപ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടിയിലധികം രൂപ ഭവന നിർമ്മാണത്തിനായി നീക്കിവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതി രൂപീകരിച്ച് നടപ്പിലാക്കി വരുന്നത്. അതിന്റെ ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ പെർമിറ്റ് നൽകുന്ന പ്ലാൻ വീട് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്ലാൻ നൽകി പെർമിറ്റ് എടുക്കുന്നതോടുകൂടി ആ തുക നമുക്ക് നൽകാൻ കഴിയും. ആ നിലയിലാണ് ഭവന നിർമ്മാണത്തിന്റെ കാര്യത്തിൽ പുനലൂർ നഗരസഭ എത്തി നിൽക്കുന്നത്. മറ്റ് പശ്ചാത്തല മേഖലയിലെ പദ്ധതികളും കാർഷിക മേഖലയിലെ പദ്ധതികളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ഏകദേശം നടന്നു വരികയാണ്. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പദ്ധതി നടപ്പിലാക്കുന്നതിൽ വിവിധ മേഖലയിലുള്ള ആളുകളെ ക്രോഡീകരിക്കുമ്പോൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഇംപ്ലിമെന്റിംഗ് സ്റ്റേജിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ള പദ്ധതികൾ എത്രത്തോളം നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് അവലോകനം ചെയ്യുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് മാർച്ച് 31 പരമാവധി പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. എല്ലാ ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സിന്റെയും യോഗങ്ങൾ കൂടി റിവിഷനുകൾ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ അവർ പ്രത്യേകമായി സ്റ്റേറ്റ് ചെയ്ത് തരികയും റിവിഷനുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കഴിയുന്ന നിലയിലേക്കാണ് പുനലൂർ നഗരസഭ എത്തിനിൽക്കുന്നത്. നഗരസഭ വൈസ് ചെയർമാൻ ഡി ദിനേശൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ പ്രിയ പിള്ള വികസന രേഖ അവതരിപ്പിച്ചു. സ്ഥിരസമിതി അധ്യക്ഷരായ ബിനോയ് രാജൻ, വസന്ത രഞ്ജൻ, കെ കനകമ്മ, അഡ്വക്കേറ്റ് PA അനസ്, മുൻ വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അജയകുമാർ, മുൻ ചെയർപേഴ്സൺ ബീന സാമുവൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.